ഒരു യുനാനി ഡോക്ടറായിരുന്ന നിങ്ങൾ ഈ ഒരു ലെവലിലുള്ള ഒരു ബിസിനസ്സിലേക്ക് വരികയും അത് കെട്ടിപ്പടുക്കുകയും ചെയ്തു എന്നുള്ളത്. ഡോക്ടറായി ഗവൺമെൻറ് പ്രാക്ടീസിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തും ഇത്രത്തോളം അജണ്ട നമുക്കില്ല. പക്ഷെ നമ്മൾ മനസ്സിലിങ്ങനെ ചെറിയ ചെറിയ ആശയങ്ങൾ വരും. ഒരു നല്ലൊരു സാധനം ഉണ്ടാക്കണം. ഒരു വളരെ നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു നാട്ടിൽ ഏറ്റവും കൂടുതൽ മെഡിക്കൽ ടൂറിസത്തിന് സാധ്യതയുള്ളൊരു സ്ഥലത്ത് നമ്മുടെ ആയുഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ ട്രഡീഷണൽ അസറ്റായിട്ടുള്ള ഈ ഒരു സാധനം കൊണ്ട് കളിക്കാൻ പറ്റുന്നു ശരിക്കും ബോധ്യപ്പെട്ടു. ഗവൺമെൻറ് നിന്ന് മാറുന്ന സമയത്ത് കുടുംബത്തിൽ നിന്നും ഫ്രണ്ട്സ് സർക്കിളിൽ നിന്നും പലരും പറഞ്ഞു, എന്തിനാണ് വെറുതെ, ഇതൊരു സേഫ് അല്ലേ, ഉച്ചവരെ വർക്ക് ചെയ്താൽ പോരെ, എല്ലാ ദിവസം പോകണ്ടല്ലോ, അത് പോയിക്കോളൂ, ഇനി അഥവാ എനിക്ക് കുറച്ച് ജോലി അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ലീവ് എടുത്താൽ പോരെ, എന്തിനാണ് റിസൈൻ ചെയ്യുന്നതെന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. പുഴയിൽ നീന്തണമെങ്കിൽ എടുത്ത് ചാടണം. അപ്പോൾ അതിൻ്റെ കരക്കിരുന്ന് ഞാനിങ്ങനെ അവിടെയും ഇവിടെ ഒന്നും കറിയില്ല അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഇറങ്ങിയാലേ നമ്മൾ നീന്തുള്ളൂ. ഇത് നമ്മൾ ഈ ഒരു ചെറിയ ഹോസ്പിറ്റലിൻ്റെ വലിയൊരു വേർഷനായിരുന്നു മനസ്സിൽ. അതായത് ടൈലീസ് പോലത്തെ ഒരു വലിയൊരു വെൽനസ് സെൻ്റർ ഉണ്ടാക്കണം എന്നതായിരുന്നു നമ്മുടെ മനസ്സിലത്. അപ്പോൾ അതിലേക്ക് നമ്മൾ പിന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങി. മൈൻഡും നമ്മൾ 2015 എൻ്റെ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തു. നമ്മൾ ഏകദേശം അതിനല്ല വളരെ ക്ലോസ് ആയിട്ട് ഞാൻ നിങ്ങളെ ഒരു ബിസിനസ് ജേർണി കാണാൻ തുടങ്ങിയിട്ട് എനിക്ക് അതൊരു 10 വർഷത്തിൻ്റെ അടുത്തോളമായി. അപ്പോൾ ഈ ഒരു ഇംതിബിഷ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ മാനേജിങ് ഡയറക്ടർ ആൻഡ് ചെയർമാൻ നമ്മുടെ ഡോക്ടർ ഷെരീഫ് സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു ജേർണിയുടെ ഡീറ്റെയിൽ അറിയുന്നതിൻ്റെ മുന്നേ ആയിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ക്യൂരിയസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഒരു യുനാനി ഡോക്ടറായിരുന്ന നിങ്ങൾ ഈ ഒരു ലെവലിലുള്ള ഒരു ബിസിനസ്സിലേക്ക് വരികയും അത് കെട്ടിപ്പടുക്കുകയും ചെയ്തു എന്നുള്ളത് എനിക്കെപ്പോഴും ആ ഒരു സന്തോഷം. ഒന്ന് പിന്നെ ഇതൊരു ജേണി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതൊരു ജേണി തന്നെയാണ്. ഒരു തുടക്കം നമ്മളിപ്പം ഡോക്ടറായി ഗവൺമെൻറ് പ്രാക്ടീസിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തും ഇത്രത്തോളം അജണ്ട നമുക്കില്ല. പക്ഷെ നമ്മൾ മനസ്സിലിങ്ങനെ ചെറിയ ചെറിയ ആശയങ്ങൾ വരും. ഒരു നല്ലൊരു സാധനം ഉണ്ടാക്കണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ തുടക്കത്തിൽ നമ്മളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഏറ്റെടുത്ത്, അത് മർക്കസിൻ്റെ തന്നെ ക്യാമ്പസിലുള്ളൊരു ബിൽഡിംഗ് നമ്മൾ ഏറ്റെടുത്തത്, അത് ബിസിനസ്സാക്കി നമ്മൾ തുടങ്ങി. ആ സമയത്ത് നമുക്ക് ഒരുപാട് ആശയങ്ങൾ വരാൻ തുടങ്ങി. കാരണം ഈ നമ്മൾ പഠിച്ച ഈ മേഖല ആയുഷിൻ്റെ യുനാനി ആയുർവേദ നാച്ചുറോപ്പതി സിദ്ധ ഈ ആയുഷിൻ്റെ മേഖലകൾക്ക് വളരെ ജനസ്വാധീനമുണ്ടെന്നും ആവശ്യമാണെന്നും, പ്രത്യേകിച്ച് കേരളം പോലത്തെ ഒരു സംസ്ഥാനത്ത് ഒരു വളരെ നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു നാട്ടിൽ ഏറ്റവും കൂടുതൽ മെഡിക്കൽ ടൂറിസത്തിന് സാധ്യതയുള്ളൊരു സ്ഥലത്ത് നമ്മുടെ ആയുഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ ട്രഡീഷണൽ അസറ്റായിട്ടുള്ള ഈ ഒരു സാധനം കൊണ്ട് കളിക്കാൻ പറ്റുന്നു ശരിക്കും ബോധ്യപ്പെട്ടു. ആ 2010 കാലഘട്ടത്തിൽ തന്നെ അതിൻ്റെ ഒരു ചിന്ത വരാൻ തുടങ്ങി. 11 നമ്മൾ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയ റിപ്പോർട്ട് അന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ വായിക്കുമ്പോൾ ഒരു സന്തോഷം തോന്നും. കാരണം ഒരു വലിയ ഒരു പ്രൊജക്റ്റ് ഇത്രമാത്രം ഡീറ്റെയിൽ ആയിട്ട് വേണം എന്നുള്ള ആഗ്രഹമായിരുന്നു. പിന്നെ നമ്മൾ ബേസിക്കലി നമ്മൾ നോക്കുമ്പോൾ ഡീറ്റെയിലി പറയല്ല, നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ നമ്മൾ ഇതുപോലത്തെ ബിസിനസ് നടത്തിയവരല്ല. അപ്പോൾ നമ്മൾ മൈൻഡ് സെറ്റാക്കണം. അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയുള്ള ബിസിനസ് ക്ലാസ്സുകളിലും പലതരത്തിലുള്ള പഠിക്കാൻ വേണ്ടി എഡ്യൂക്കേഷൻ നേടാൻ വേണ്ടിയുള്ള പല സെഷൻസൊക്കെ പങ്കെടുത്തു. അങ്ങനെ നമ്മൾ ആ ഒരു ഗോൾ, ആ ഒരു വലിയൊരു വിഷനിലേക്ക് നമ്മളിങ്ങനെ മനസ്സിനങ്ങനെ വലുതാക്കി കൊണ്ടുവന്നതാണ്. അല്ലാതെ ഒറ്റൊരുപ്പിൽ നിന്നുണ്ടായതല്ല. ഈ പിന്നെ ഗവൺമെൻറ് സെക്ടറിലുണ്ടായിരുന്നു, അതിനുശേഷം പിന്നെ ഇതിലേക്ക് മാറുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള ഓൺടർപ്രണർഷിപ്പ് ഹൈ റിസ്ക് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ട്രിഗർ, അതിൻ്റെ ഒരു മോട്ടീവ് എന്തായിരുന്നു ആ ഒരു റിസ്ക് എടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്? ഗവൺമെൻറ് നിന്ന് മാറുന്ന സമയത്ത് കുടുംബത്തിൽ നിന്നും ഫ്രണ്ട്സ് സർക്കിളിൽ നിന്നും പലരും പറഞ്ഞു, എന്തിനാണ് വെറുതെ, ഇതൊരു സേഫ് അല്ലേ, ഉച്ചവരെ വർക്ക് ചെയ്താൽ പോരെ, എല്ലാ ദിവസം പോകണ്ടല്ലോ, അതിന് പോയിക്കോളൂ, ഇനി അഥവാ എനിക്ക് കുറച്ച് ജോലി അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ലീവ് എടുത്താൽ പോരെ, എന്തിനാണ് റിസൈൻ ചെയ്യുന്നതെന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. ഞാനത് മനസ്സിലാക്കിയ കാര്യം, പിന്നെ നമ്മൾ അതേകദേശം 2015 ആയിട്ടുണ്ട് റിസൈൻ ചെയ്യുമ്പോൾ. നമ്മൾ ഒരു പുഴയിൽ നീന്തണമെങ്കിൽ എടുത്ത് ചാടണം. ആ പുഴേൻ്റെ കരക്കിരുന്ന് ഞാനിങ്ങനെ അവിടെയും ഇവിടെ ഒന്നും കറിയില്ല, അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഇറങ്ങിയാലേ നമ്മൾ നീന്തുള്ളൂ. അപ്പോൾ ആ ഒരു കംഫോർട്ട് സോൺ, ആ ഒരു സേഫ് സോണ് ഒഴിവാക്കിയാൽ മാത്രമേ നമ്മൾ വളരുള്ളൂ എന്ന് മനസ്സിലാവേണ്ട. മറ്റേത് നമുക്ക് എന്ത് ചെയ്യാം, ഗവൺമെൻറ് ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ച് അല്ലെങ്കിൽ സീൽ കൊടുക്കുക, നമ്മൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും, സാലറി അത്യാവശ്യം ഉണ്ടാവും, പിന്നെ പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യാം. ഇതിങ്ങനെ അതിലപ്പുറത്തേക്ക് നമ്മൾ വളരില്ല.
അത് വളരണമെന്ന് ആഗ്രഹം കൊണ്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ പല ആൾക്കാരും പല നിലക്കും ചോദിക്കാറുണ്ടായിരുന്നു. ചിലർ ചോദിക്കും നമ്മളൊരു 100 പേരൊക്കെ നോക്കാൻ പറ്റുന്നില്ല, എന്തിനാണത്? അത് നമ്മൾ പറയും, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നാൽ 100 പേരെ മാത്രമേ കഴിയുള്ളൂ, ഞാൻ 30 പേര് ഇപ്പോൾ എൻ്റെ അണ്ടറിലുണ്ട്, അപ്പോൾ 3000 പേരെ നോക്കാൻ കഴിയുന്നു എന്ന് പറയാറുണ്ട്. അപ്പോൾ അതേപോലെ കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളെ എന്തായിരുന്നോ നമ്മുടെ ഉദ്ദേശം, ഗോള്, അതിൽ നമ്മൾ ഉറച്ചു നിന്നു എന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ ഒരു ഇൻതിബിഷ് നമുക്കറിയാം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഞാൻ അറിയുന്ന 3 വെർട്ടിക്കളായിരുന്നു. ഒന്ന് ടൈഗ്രീസ് വാലി എന്നുള്ള ഒരു ബിഗ് പ്രൊജക്റ്റ്, 100 കോടിയിലധികം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ടോപ്പ് വെൽനസ് സെൻ്റർ ഉണ്ട്. അതുപോലെ തന്നെ ഇൻതിബിഷ് ഹെർബൽസ്, മാനുഫാക്ചറിങ്, മെഡിസിൻ്റെ കോസ്മെറ്റിക്സ്, ഇത്തരം കാര്യങ്ങൾ. മറ്റൊന്ന് ആസ ക്ലിനിക്. അപ്പോൾ ഇതിൽ ഓരോന്നും എനിക്ക് ആദ്യത്തെ പ്രൊജക്റ്റ് എങ്ങനെയാണ് അത്തരത്തിലുള്ളൊരു തോട്ട് നിങ്ങളുടെ ഇതിലേക്ക് വന്നത്, ആ ഒരു ഐഡിയ എങ്ങനെയായിരുന്നു വന്നത്? നേരത്തെ പറഞ്ഞു, അതായത് പ്രൊജക്റ്റ് ഉണ്ടാക്കി, ഈ പ്രൊജക്റ്റായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. തുടക്കത്തിൽ ഞങ്ങൾ ചെറിയൊരു ഹോസ്പിറ്റൽ തുടങ്ങിയത് കൊണ്ട് അവിടേക്ക് അറബികളെ അല്ലെങ്കിൽ യൂറോപ്യൻസിനെ കൊണ്ടുവരുമ്പോൾ അത് മതിയാവുന്നില്ല. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യത്തെ സംരംഭം ഒരു വലിയൊരു വെൽനസ് സെൻറ്റർ എന്നുള്ളതായിരുന്നു, ടൈഗ്രീസ് പോലത്തെ. പിന്നീടാണ് ഒരു വെൽനസ് ടു ഓൾ, അല്ലെങ്കിൽ വെൽനസ്സിൽ ഒരു വേൾഡിൽ ഒരു ലീഡിങ് ഇൻഡസ്ട്രിയായി മാറണം എന്നൊരു വിഷനിലേക്ക് എത്തിയപ്പോൾ തീർച്ചയായിട്ടും പ്രൊഡക്റ്റ് വേണം. പിന്നെ ഒരു വെൽനസ് സെൻറ്ററോ വലിയ പ്രീമിയം സെൻറ്റർ മാത്രം പോരാ, സാധാരണക്കാർക്കും വെൽനസ് കൊടുക്കണം. അപ്പോൾ നമ്മൾ വെർട്ടിക്കൽസ് ഇങ്ങനെ 3ലേക്ക് എത്തി. ഇങ്ങനെ കുറേ ചെയിൻ ഓഫ് ക്ലിനിക്സ്, പിന്നെ പ്രൊഡക്റ്റ് ലൈന്, പിന്നെ നമ്മുടെ ഈ പ്രീമിയം വെൽനസ് സെൻറ്റർ. അപ്പോൾ അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്. അപ്പോൾ വെൽനസ് എല്ലാവർക്കും എത്തിക്കണം എന്നൊരു കോൺസെപ്റ്റ്, വിഷനിലേക്ക് നമ്മൾ വെൽനസ് ടു ഓൾ എന്നൊരു വിഷനിലേക്ക് എത്തിയപ്പോഴാണ് ഇതിന്. തുടക്കത്തിൽ അങ്ങനെ വെൽനസ് ടു ഓൾ എന്നുള്ളതായിരുന്നോ? അല്ലെങ്കിൽ അല്ല, തുടക്കത്തിൽ ഈ ടൈഗ്രീസ് പോലത്തെ വെൽനസ് പിന്നീട് നമ്മളിങ്ങനെ വലുതായി വന്നതാണ്, മനസ്സ് വലുതായപ്പോൾ. ഓക്കെ. അപ്പോൾ പിന്നീട് സെക്കൻഡാണ് ഇൻതിബിഷ് ഹെർബൽസ്, പിന്നീട് ആസ ക്ലിനിക്സ്. ആ ഒരു ജേർണി കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് ഓരോന്നും എങ്ങനെയാണ്, ഏത് സമയത്താണ് രണ്ടാമത്തെ ഹെർബൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? പിന്നീട് ആസ എനിക്കറിയാം, ഇപ്പോൾ GCCയിലെ പല രാജ്യങ്ങളിലും ഉണ്ട്, അതുപോലെ തന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ, കേരളത്തിൻ്റെ പുറത്തൊക്കെ ആയിട്ട് പല ഭാഗത്തുണ്ട്. അപ്പോൾ അത് ആ ഒരു ജേർണി അവിടെ പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മളൊരു പ്രൈവറ്റ് സെൻറ്റർ തുടങ്ങിയ സമയത്ത് ഞാനും ഡോക്ടർ ഷാവലു, എൻ്റെ കോ-ഫൗണ്ടർ, എല്ലാത്തിനും കൂടെ തുടക്കം മുതലേ ഉള്ള പാർട്ണറാണ്. ഞങ്ങൾ ആദ്യമായിട്ട് ഈ കാരന്തൂർ ആസ ഹോസ്പിറ്റൽ തുടങ്ങിയ സമയത്ത് അത് ആസ എന്ന പേരിലല്ല, ഞങ്ങൾ തുടങ്ങിയ ഒരു പാർട്ണർഷിപ്പ് തുടങ്ങിയതാണ്. പിന്നീടാണ് നമുക്കിങ്ങനെ നമ്മൾ ഈ വിഷൻ വലുതായി വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യമായിട്ട് നമ്മൾ ആ ഒരു ചെറിയ ഹോസ്പിറ്റലിൻ്റെ വലിയൊരു വേർഷനായിരുന്നു മനസ്സിൽ. അതായത് ടൈഗ്രീസ് പോലത്തെ ഒരു വലിയൊരു വെൽനസ് സെൻറ്റർ ഉണ്ടാക്കണം എന്നതായിരുന്നു നമ്മുടെ മനസ്സിലുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ പിന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങി. നമ്മൾ മൈൻഡും നമ്മൾ 2015 അതിൻ്റെ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തു, കാര്യങ്ങളൊക്കെ ഇനി ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോയി. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് നമ്മൾ മനസ്സിൽ ഓക്കെ, ഇത്രയും വലിയൊരു പ്രീമിയം വെൽനസ് സെൻറ്റർ വരണം. അതേ സമയത്ത് നമ്മുടെ ഇപ്പോൾ ഉള്ള കാരന്തൂരിൽ ആ ഹോസ്പിറ്റൽ പോലത്തെ ഹോസ്പിറ്റലുകൾക്ക് പ്രസക്തി ഉണ്ടല്ലോ സാധാരണക്കാർക്ക് വേണ്ടി. അപ്പോൾ നമുക്ക് വേറൊരു ബ്രാൻഡിൽ തുടങ്ങാം എന്ന് പേര് അന്നപ്പോഴാണ് നമ്മൾ ആ ആസ ആലോചിക്കുന്നത്. അങ്ങനെ ആസ ആലോചിച്ചപ്പോൾ തന്നെ നമ്മൾ GCC ലാൻഡ് ആദ്യം ഒന്ന് സ്റ്റാർട്ട് ചെയ്തു, ഡോക്ടർ മയൂഫ് സഹകരിച്ചുകൊണ്ട്. അതുപോലെ പിന്നെ ഗുജറാത്തിലെ ബറൂജിലും ബറോഡയിലും തിരുവനന്തപുരത്തും കണ്ണൂരിലും വയനാട്ടിലൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനും ഇതായി മാറി. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതൊക്കെ ഒരു യാത്രയുടെ ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ കാരന്തൂർ ഹോസ്പിറ്റൽ തുടങ്ങി കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി പ്രൊഡക്റ്റിൽ ഇപ്പോൾ ആദ്യം നമ്മൾ യുനാനി മരുന്നായിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. യുനാനി മരുന്നുകൾക്ക് നല്ല പ്രസക്തിയുണ്ട്, കാരണം കേരളത്തിൽ യുനാനി കമ്പനി ഒന്നേ ഉള്ളൂ, ഡോക്ടേഴ്സ് ഒരുപാട് ഇറങ്ങാനുണ്ട്, ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടെന്ന് മനസ്സിലാക്കി. അതിൻ്റെ കൂടെ തന്നെ ഈ ഹെർബൽ ഈ സപ്ലിമെൻ്ററി അല്ലെങ്കിൽ ഫുഡ് സപ്ലിമെൻറ്റ് മരുന്നുകളായിട്ടുള്ള, അതുപോലെ ഈ കോസ്മെറ്റിക്സ് ആയിട്ടുള്ള ഹെർബൽ കോസ്മെറ്റിക്സ്, ഇതിനൊക്കെ ചാൻസ് ഉണ്ടെന്ന് പഠിച്ചപ്പോൾ അതെല്ലാം അടങ്ങുന്ന ഒരു വിശാലമായൊരു കോൺസെപ്റ്റ്. ഇപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ കമ്പനി ഇൻതിബിഷ് ഹെർബൽ ഫാർമസ്യൂട്ടിക്കൽസ് എന്നായിരുന്നു. അതല്ല, അതിൽ കോസ്മെറ്റിക്സ് വരണം, അതിൽ ഫുഡ് സപ്ലിമെൻറ്റ് വരണം. അങ്ങനെ നമ്മൾ ഇൻതിബിഷ് ഹെർബൽസ് എന്നുള്ളൊരു വലിയൊരു കുടക്കീയിലേക്ക് അത് കൊണ്ടുപോകും. എല്ലാം ഉൾക്കൊള്ളുന്ന വലിയൊരു കോൺസെപ്റ്റിലാണ് നമ്മുടെ മറ്റൊരു പ്രൊഡക്റ്റില്ല. അപ്പോൾ ഇൻതിബിഷ് ഹെർബൽസ് എന്ന പേരിൽ നമുക്ക് ഈ പറയപ്പെട്ട കോസ്മെറ്റിക്സ് പ്രോഡക്റ്റുകളുണ്ട്, അതുപോലെ ഫുഡ് സപ്ലിമെൻ്ററി ഉണ്ട്, അതുപോലെ ഈ യുനാനി ഹെർബൽ മെഡിസിൻസും ഉണ്ട്. ആയുർവേദ മരുന്ന് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഒക്കെ GMP സർട്ടിഫൈഡ് കമ്പനിയാണ്. അങ്ങനെ ഈ 3 വെർട്ടിക്കൽ അതിൽ തുടങ്ങിയിട്ടുണ്ട്.
ഓക്കെ. ഇതിൽ നേരത്തെ നിങ്ങളുടെ കോ ഫൗണ്ടറെ മെൻഷൻ ചെയ്തു, അതായത് എല്ലാ പ്രൊജക്റ്റുകളിലും നിങ്ങൾ ഒരു ഒരാളാണ് കോ ഫൗണ്ടർ, ഡോക്ടർ ഷാം എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക? പൊതുവേ ബിസിനസ്സിൽ ഏറ്റവും വലിയൊരു പ്രയാസമുള്ളൊരു കാര്യമാണ് കോ ഫൗണ്ടർ റൈറ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയായിരുന്നു? ഇതിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം, നമ്മൾ പഠിക്കുന്ന കാലം മുതൽ തന്നെ ഞങ്ങൾ കൂട്ടുകാരാണ്. കേവലം ഒരു ഹൈസ്കൂൾ മുതൽ ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പുണ്ട്. ഇതിൽ ഈ പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യം, എപ്പോഴും ഇടപെടുന്ന ആൾക്കാരാകുമ്പോൾ അപ്പം പലതരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഫ്യൂച്ചറിൽ വരാം. അപ്പം നമ്മുടെ കുറവ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പാർട്ണർ, അവരെ കുറവ് ഇങ്ങോട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവരെ പരസ്പരമുള്ള കഴിവുകൾ ഉൾക്കൊണ്ടുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾ എന്നതിലേക്ക് എനിക്ക് ഏറ്റവും യോജിച്ച ആൾ അദ്ദേഹമാണെന്ന് അന്ന് മുതലേ ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു വളരെ നമ്മൾ പരസ്പരം അംഗീകരിച്ചുകൊണ്ട് ഏത് വിഷയത്തിലും ഒരേ ആശയത്തിൽ ഒരേ തീരുമാനത്തിൽ ഉറച്ചു വന്നുകൊണ്ട് നീങ്ങാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പാർട്ണർ എന്ന നിലക്ക് തന്നെയാണ്. അതിൽ ചില ആൾക്കാർ ഇപ്പോൾ ചിലപ്പോൾ പറയാറുണ്ട്, രണ്ട് ഹോട്ടായിട്ടുള്ള ഒരു ടെമ്പറമെൻ്റ് ആണെങ്കിൽ എപ്പോഴും അടിയായിരിക്കും, പെട്ടെന്ന് പിരിയൽ നടക്കും. അതേസമയത്ത് ഒരാളെ ബാലൻസ് ഇവിടെ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ ഒരു പാർട്ണർഷിപ്പ് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകും. ആ നിലയ്ക്ക് ഞാൻ ഡോക്ടർ ഷാവുലിനെ വളരെ നല്ല ഏറ്റവും എൻഡ് വരെ അല്ലെങ്കിൽ ഇനി വരെ തലമുറയിലേക്ക് നീങ്ങുന്ന ഒരു പാർട്ണർഷിപ്പാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ബിസിനസ് പറയാറുണ്ട്, ലൈഫ് പാർട്ട്ണറെക്കാളും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെസിഷനാണ് ബിസിനസ് പാർട്ട്ണറെ കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ വളരെ നല്ല കാര്യം. പിന്നെ എങ്ങനെയാണ് ഒരാളെ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള വിഷയം ഈ ഒരു നിങ്ങളുടെ എക്സ്പ്ലനേഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റി. ഇതിൽ ഇനി ഏർലി സ്റ്റേജിൽ ഡെഫിനറ്റ്ലി ഒരുപാട് സ്ട്രഗിൾസ് പൊതുവേ ഏതൊരു എൻ്റർപ്രണറും നേരിടുന്നുണ്ടാവും. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള മേജറായിട്ടുള്ള ഒരു 2-3 പ്രോബ്ലവും അതിനെ എങ്ങനെയായിരുന്നു ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്? പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മളൊരു കാര്യം തീരുമാനിച്ചു, ആ വിഷയം നമ്മൾ പബ്ലിക്കിനോടോ അല്ലെങ്കിൽ നമ്മുടെ ടീം മെമ്പേഴ്സിനോടോ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനോടൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു ബിസിനസ് മീറ്റ് നടത്തി അതിലൊരു പ്രോജക്റ്റ് അവതരിപ്പിക്കുമ്പോഴൊക്കെ നമ്മൾ നേരത്തെ മനസ്സിൽ കണ്ടുവച്ച ഒരു പ്രതികരണം ആയിരിക്കില്ല കിട്ടുക. അങ്ങനെ കുറേ സംഭവം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചിലത് തിരുത്തേണ്ടി വരും, ചിലതിൽ പരാജയം സമ്മതിക്കേണ്ടി വരും, ചിലതിൽ നമ്മൾ വെയിറ്റ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഏറ്റവും തെളിച്ച് തരാമെന്ന് പറഞ്ഞ് ഒന്നുകൂടി കാണിച്ചു കൊടുക്കേണ്ടി വരും. ഇതൊക്കെയുള്ള അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ എനർജി താവാൻ പാടില്ല, മനസ്സെപ്പോഴും ഹൈലായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ വായന, അതുപോലെ അന്ന് ബിസിനസ് ക്ലാസ്സുകളിലൊക്കെ കാര്യമായിട്ട് പോകുന്നത് ഒരു എനർജി കിട്ടും, അതൊരു 2-3 മാസം ഉണ്ടാവും ആ പവർ, അത് കഴിഞ്ഞാൽ പിന്നെയും പോകും. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ഫണ്ടും പണികളും ഈ കൺസ്ട്രക്ഷൻസൊക്കെ തുടങ്ങിയ സമയത്ത് കോടികളോണ്ടുള്ള പരിപാടിയാണല്ലോ. അപ്പോൾ ആ സമയത്ത് ഇതുപോലത്തെ ഒരുപാട് നെഗറ്റീവ് പ്രതികരണങ്ങൾ മറ്റൊക്കെ ഒരുപാട് ഇങ്ങനെ വരും, പല ഭാഗത്തുനിന്ന് വരും. ആ സമയത്ത് അത് മാനേജ് ചെയ്യാൻ ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിനെപ്പോഴും ഹൈ ലെവലിൽ എനർജി നിലനിർത്തുമായിരുന്നു. പിന്നെ ചില ഫാൾട്ടുകൾ, ചിലപ്പോൾ ചില നമ്മുടെ കൂടെ നിൽക്കുന്നവർ ചിലപ്പോൾ എംപ്ലോയീസാണോ അല്ലെങ്കിൽ മറ്റു ഭാഗത്തു നിന്നൊക്കെ ചില വിഷയങ്ങളൊക്കെ വരാം. അതൊക്കെ വളരെ ഫ്രണ്ട്ലി മാനേജ് ചെയ്യുകയും പിന്നെ ഒരു തവക്കുലായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളത്. ചില സമയത്തുണ്ടായ ഇപ്പോൾ പ്രൊജക്റ്റിൻ്റെ പ്ലാനിങ്ങിൽ അതിൻ്റെ ആർക്കിടെക്റ്റ് ചെയ്യുന്ന സമയത്തുണ്ടായ അല്ലെങ്കിൽ അതിൻ്റെ മറ്റു പ്ലാനുകൾ പറയുമുണ്ടാകുന്ന പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരും. ഒരു ടീം ഇത് പറയും, അപ്പോൾ അത് വേണോ സാറ്, ഈ സർവേറോ എന്താ പറയുക, നമ്മുടെ ഐ ടിയുടെ വളരെ ഏറ്റവും നല്ല സൗകര്യങ്ങൾ നമ്മുടെ അടുത്തുണ്ട്, ഇതൊക്കെ അതുപോലെ AC ചില്ലർ വേണോ അല്ലെങ്കിൽ പാക്കേജ് ആക്കണോ, ഇങ്ങനെയുള്ള ഒരുപാട് ചർച്ചകൾ വരുമ്പോൾ അതിൽ പിന്നെ എക്സ്പേർട്ടായ ആൾക്കാരെ 2 ഭാഗത്തുണ്ടാവും. അതിൽ അങ്ങനെ കുറേ കൺഫ്യൂഷൻസും പ്രശ്നങ്ങളും വരും. അപ്പോൾ ഒരു ഡിസിഷൻ എടുത്താൽ പിന്നെ എല്ലാ സമയത്തും പറയും അത് തെറ്റായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമ്മളൊന്ന് ഡിസിഷൻ ഓക്കെ എടുത്താൽ പിന്നെ അതിൽ ഉറച്ചു നിൽക്കും. അങ്ങനെയൊക്കെയുള്ള മാർഗങ്ങളാണ് സ്വീകരിച്ചു വരുന്നത്. ഒരുപാട് വിഷയങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ എല്ലാം മറികടന്ന് ഇപ്പോൾ ഈ അവസ്ഥയിലെത്തി. മനസ്സിലായി. ഇപ്പോൾ രത്ന ടാറ്റ പറയുന്നുണ്ട്, നമ്മൾ എടുക്കുന്ന റൈറ്റ് ഡിസിഷൻ ആവാന്നുള്ളതല്ല,
ആ ഡിസിഷനെ റൈറ്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ യെസ്, ഇതല്ലാതെ മറ്റെന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് കൂടെ ഷെയർ ചെയ്യാൻ പറ്റിയത്? ചില ബിസിനസ്സുകൾ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നടത്താൻ ഉദ്ദേശിച്ച ചില പ്രോജക്റ്റുകൾ അത് പരാജയപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിലേക്ക് ഒരു പ്രത്യേകിച്ച് ചിലപ്പോൾ നമ്മളെല്ലാ സ്ഥലത്തും എത്തണമെന്നില്ല. ഏൽപ്പിക്കപ്പെടുന്ന ആൾക്കാർ ആ ഒരു ക്വാളിറ്റി ഉണ്ടാവണമെന്നില്ല. അതിനൊക്കെയുള്ള സമയം ടീമിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ആ ഒരു ലെവലിൽ വർക്ക് ചെയ്യാത്തത് കൊണ്ടൊക്കെ നമ്മൾ ഒരു കാര്യം കംപ്ലീറ്റ്ലി ഡെലിഗേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം, പഠിച്ച കാര്യം, ആ ആൾ 100% അതിൽ കമ്മിറ്റഡ് ആയിരിക്കണം, അതിലുള്ള കഴിവുണ്ടായിരിക്കണം. പിന്നെ നമ്മൾ KPI ഫോളോ ചെയ്യണം. KPI വിട്ടിട്ട് യാതൊരു പരിപാടിയില്ല. KPIയിലും പിടിച്ചിട്ട് എല്ലാ മാസവും നമ്മൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് പോകുന്നുണ്ടോ ഇല്ല എന്നുള്ള കൃത്യമായി മോണിറ്റർ ചെയ്ത് അങ്ങനെ അത് ചെയ്യാത്ത സമയത്ത് പണ്ട് കാലത്തൊക്കെ അങ്ങനെ ചില ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില കമ്പനികൾ നമുക്ക് പൂട്ടേണ്ടതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വളരെ കൃത്യമായിട്ടത് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യെസ്. അപ്പോൾ ഇതിൽ ഈ ടീം മെമ്പർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു ജേണിയിൽ ഇനീഷ്യൽ സ്ട്രഗിൾ ഒരു പാർട്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം നമ്മുടെ ഒരു ടീം മെമ്പർ അല്ലെങ്കിൽ പുതിയൊരു ടീം ഒരു ആളെ ഹയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഭയങ്കര റിസ്കി ആയിട്ടുള്ളൊരു പാർട്ടാണ്. അപ്പോൾ അത് മുന്നുണ്ടായ ലെസണിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ എന്തായാലും ലേൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യം ഒന്ന് ട്രസ്റ്റ്, രണ്ടാമത്തത് ഈ സംസാരിക്കുന്ന ആൾ കേവലം ഒരു കൺവെൻഷണൽ സിസ്റ്റത്തിൽ തന്നെ ഇങ്ങനെ അത് ചെയ്യാൻ എനിക്ക് ഇത് പരിചയമുണ്ട് എന്ന് പറയുകയാണോ, അല്ല ഇത് ഞാൻ വേറെ ലെവലിലേക്ക് എത്തിച്ചു തരാം, എനിക്ക് കപ്പാസിറ്റി ഉണ്ടല്ലോ, ആ കോൺഫിഡൻസ് ഉണ്ടല്ലോ, വില്ലിങ്നെസ് ടു ട്രൈ എന്ന് പറഞ്ഞാൽ ആ ഒരു കോൺഫിഡൻസും ട്രസ്റ്റും കാര്യമായിട്ട് നോക്കണം എന്നുള്ളതാണ് എൻ്റെ നിരീക്ഷണം. കാരണം പിന്നെ അല്ലാത്ത എന്ത് നോക്കിയിട്ട് നമ്മൾ എത്ര എക്സ്പീരിയൻസ് ഉണ്ട്, ഇത്രയും വലിയ സ്ഥാപനത്തിൽ വരിക എന്നൊക്കെ പറയാം. പക്ഷേ അതിലൊന്നും നമ്മളെപ്പോലത്തെ ഒരു നമ്മൾ സ്റ്റാർട്ടപ്പ് വിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഇനി വളരാനുള്ള ആൾക്കാരാണ്. അപ്പോൾ നല്ല വിഷനുള്ള അല്ലെങ്കിൽ നല്ല ആ ഒരു മൈൻഡ് സെറ്റുള്ള ആൾക്കാരായിരിക്കണം നമ്മുടെ കമ്പനിയിലേക്ക് വരേണ്ടത്. ഡെഫിനറ്റ്ലി രണ്ടാമത്തെ കോൺഫിഡൻസ് നമുക്ക് സംസാരിക്കുന്നതിലൂടെ, അതുപോലെ ട്രസ്റ്റും, അതുപോലെ നമ്മുടെ ഇൻ്റർവ്യൂ ആ സംസാരത്തിലൂടെയാണോ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അതിന് മറ്റെന്തെങ്കിലും ഒരു മെഷർ ചെയ്യുന്ന രീതി അതിനു വേണ്ടി ഉണ്ടോ? ഇപ്പോൾ ട്രസ്റ്റ് എന്തായാലും പിന്നെ ഒന്ന് നമുക്ക് മുൻ വർക്ക് ചെയ്ത സ്ഥാപനങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ നമ്മൾ ഏതെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ അന്വേഷിക്കാം. പിന്നെ അവരുടെ സംസാരത്തിലൂടെ കുറേ മനസ്സിലാക്കാൻ സാധിക്കും. ചില നമ്മൾ എന്താ പറയുക, നമ്മുടെ എക്സ്പീരിയൻസിലൂടെ ഉണ്ടാകുന്ന ചില ചോദ്യങ്ങൾ അതിങ്ങനെ പണ്ട് വർക്ക് ചെയ്ത സ്ഥാപനത്തിലെ ഓരോ കാര്യങ്ങൾ ചോദിച്ച് അറിയുന്ന സമയത്തുള്ള പിന്നെ ഡെഫിനറ്റ്ലി പ്രൊബേഷൻ പീരീഡ് വെക്കണം. ആ സമയത്ത് ഇതുപോലത്തെ ചില ടാസ്കുകൾ ട്രസ്റ്റിനെ ബാധിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന, ടെസ്റ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള ചില കാര്യങ്ങൾ കൊണ്ടുവരണം. എന്നിട്ടാണ് ആ പ്രൊബേഷൻ പീരീഡ് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. ഒന്ന് റെഫറൻസ്, രണ്ടാമത്തത് പിന്നെ അവരുടെ സംസാരത്തിലൂടെ മനസ്സിലാക്കുന്ന, മൂന്നാമത്തത് പ്രൊബേഷൻ സമയത്ത് ഇത്തരത്തിലുള്ള ടെസ്റ്റിലൂടെ ചെയ്യുക എന്നുള്ളത് ക്ലിയർ. ചില സമയത്ത് ഇപ്പോൾ സാമ്പത്തികമായിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ നമ്മൾ വായിക്കാറുണ്ടല്ലോ, എന്തെങ്കിലും ഫണ്ടോ ഇപ്പോൾ എന്തെങ്കിലും അവരുടെ ടേബിൾ കൊണ്ടിടുക, അല്ലെങ്കിൽ അവരുടെ മേശയിൽ വെക്കുക, അല്ലെങ്കിൽ അവരെ അക്കൗണ്ടിൽ അങ്ങനെയൊക്കെയുള്ള അതെല്ലാം വേണ്ടി വരും. അപ്പോഴേ മനസ്സിലാക്കുക 100% നമ്മുടെ കമ്പനിക്ക് കൂടെ നിൽക്കുന്ന ആളാണെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. കറക്റ്റ്. യെസ്. ഇനി അതുപോലെ ഞാൻ ഒരുപാട് വർഷമായിട്ട് അറിയുന്നത് കൊണ്ടും ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് പ്രത്യേകത, ഒന്ന് ആ ഡയലി നിങ്ങളുടെ ആ റൂട്ടീൻ ഒരുപാട് വർഷമായിട്ട് ഞാൻ പിന്നെ കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ ഒരു ദിവസം? ഒന്നാമത് ചെയ്യുന്ന കാര്യങ്ങളിൽ എല്ലാ ദിവസവും ചെയ്യണം എന്നുള്ളൊരു വാശി ഉള്ളിലുണ്ടാവാറ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം തുടങ്ങിയാൽ പിന്നെ അത് കൺസിസ്റ്റൻസ് ആയിട്ട് കൊണ്ടുനടക്കണം എന്നുള്ളതാണ് ഒരു പോളിസി, ഒരു പേഴ്സണൽ പോളിസി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ സുബഹിക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് 4 o'clock 4:30 അതിന് മുമ്പ് എഴുന്നേറ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത്, പിന്നെ പ്രാർത്ഥനകളും അതുപോലെ നമ്മുടെ ഖുർആൻ പാരായണമോ മറ്റല്ലെങ്കിൽ പിന്നെ ബുക്കിൻ്റെ ചില ബുക്ക് വായിച്ച് എക്സസൈസ്, ആ സമയത്തൊന്നും ഈ വാട്സപ്പോ ഫോണോ ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് എപ്പോഴും നമ്മൾ മെഡിറ്റേഷനായാലും നമ്മുടെ വിഷ്വലൈസേഷനും നമ്മുടെ ദ്വായിലും പ്രാർത്ഥനയിലൊക്കെ പ്രയോറിറ്റി കൊടുക്കുന്നതാണ് നമ്മൾ ചെയ്യുക. അത് ആ പ്രയോറിറ്റിയിൽ ഇത് വരണം എന്നുള്ളതാണ്. ആ പ്രയോറിറ്റിയിൽ എപ്പോഴും നമ്മളെ ഇപ്പോൾ ഒരു മനുഷ്യനെ പറ്റി പറയാറുണ്ട്,
ചെടികളെ കുറിച്ച് പറയാറുണ്ട്. അതായത് ചെടി വളരുക എന്ന് പറഞ്ഞാൽ മേലോട്ട് മാത്രമല്ല വളരുക, താഴോട്ട് വളരുന്നുണ്ട്. അപ്പോൾ താഴോട്ട് വളരുക എന്ന് പറഞ്ഞാൽ വേര് വളരണമെങ്കിൽ ഇത് വേണം. അതാണ് വായനയും അങ്ങനെയുള്ള സബ് കോൺഷ്യസ് മൈൻഡിലുണ്ടാകുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ ഒരു ചെടി ഒരു മരം ഉറച്ചു നിൽക്കണമെങ്കിൽ താഴത്ത് വേരുണ്ടായിരിക്കണം. ആ വേരാണ് ഈ വായനയും നോളജും നല്ല ബന്ധങ്ങളും ട്രസ്റ്റൊക്കെ ഏർപ്പെടും. അപ്പോൾ അത് വളർത്തിയെടുക്കാനുള്ള ശ്രമമാണ്. അതിൽ പ്രയോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് രാവിലെ വായിച്ചിട്ട് മതി, എന്താ വാട്സപ്പ് ഒന്ന് വിചാരിക്കും, എന്തോ മെസ്സേജ് ആയിക്കോട്ടെ, ഈ പത്രം ചിലപ്പോൾ എത്തിയിട്ടുണ്ട്, പക്ഷേ തൊടാൻ പാടില്ല. നമ്മൾ അന്ന് ഉദ്ദേശിച്ച വായന. ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു ബുക്ക് കിട്ടിയപ്പോൾ ഞാനിങ്ങനെ വളരെ ജിജ്ഞാസയോട് കാത്തിരിക്കുകയായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് അഡ്വൈസ് ചെയ്തൊരു ബുക്കായിരുന്നു, സറൗണ്ടഡ് ബൈ ഇഡിയറ്റ്സ്. ചിലപ്പോൾ ഫേമസ് ആയിരിക്കും, പക്ഷേ എൻ്റെ അടുത്ത് ഒരു 100 ബുക്ക് ഉണ്ടെങ്കിലും അത് ഞാൻ വായിച്ചിട്ടില്ല. അത് ഞാനിപ്പോൾ ഒന്ന് വായിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ബുക്ക് വായന എന്നുള്ളത് അത് ഞാൻ ഒരുപാട് വായിക്കാറില്ല, ഒരു അരമണിക്കൂറോ 20 മിനിറ്റ് വായിക്കുള്ളൂ. പക്ഷെ അത് സ്ഥിരമായിട്ട് വായിക്കും. പിന്നെ രാവിലെയുള്ള എക്സസൈസ്, ബ്രീത്തിങ് നടത്താം, പിന്നെ ചില അധികാറുകൾ, ചില റൂട്ടീൻസൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യും. രാവിലത്തെ അത് ക്ലിയർ ആണെങ്കിൽ അന്നത്തെ ദിവസം തന്നെ ഒരു ക്ലിയർ ആയിരിക്കും. ചിലപ്പോൾ ചില യാത്രകൾ കഴിഞ്ഞ് ഫ്ലൈറ്റ് യാത്ര രാത്രി കണ്ടെങ്കിൽ ചിലപ്പോൾ ഉറങ്ങി പോകുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടാറുണ്ട്. അന്നൊക്കെ നമുക്കൊരു രാവിലെ നഷ്ടപ്പെട്ടാൽ ശരി ഈ ഒരു ഫീലിംഗ് ഉണ്ടാവും. പക്ഷെ പിന്നീട് എനിക്ക് അത് മനസ്സിലായി, റിഗ്രറ്റിൻ്റെ ആവശ്യമില്ല. സ്വാഭാവികമായിട്ടും ശരീരത്തിന് കൊടുക്കേണ്ട റെസ്റ്റ് കൊടുക്കണമല്ലോ. അതിൻ്റെ രൂപത്തിൽ അത് ബാലൻസ് ചെയ്യണം മനസ്സിനും. ഈ മൾട്ടിപ്പിൾ വെഞ്ചേഴ്സ് എല്ലാം വലിയ രീതിയിലുള്ള ബിസിനസ്സുകളാണ്, ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെ മാനേജ് ചെയ്യുന്ന രീതി എങ്ങനെയാണ്? നമ്മൾ പിന്നെ നമുക്കൊരു കോർപ്പറേറ്റ് ഓഫീസുണ്ട്, അവിടെ നമ്മളെല്ലാത്തിനുമുള്ള ടീമുകളുണ്ട്. ഇപ്പോൾ പിന്നെ സെൻട്രൽ HR ഉണ്ട്, സെൻട്രൽ ഫിനാൻസ് ഉണ്ട്, സെൻട്രൽ പിന്നെ മാർക്കറ്റിംഗ് സെയിൽസിൻ്റെ കാര്യം തുടങ്ങുന്നുണ്ട്. അതേപോലെ ഏറ്റവും കൂടുതൽ ഫിനാൻസും HR-ഉം അതുപോലെ മാർക്കറ്റിങ്ങും നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതിനൊക്കെ നമ്മളെ ടീമുകളുണ്ട്. പിന്നെ ഈ ഓരോ സെൻറ്ററുകളുണ്ടല്ലോ, അസ പോലത്തെ ഓരോ ഡിഫറെൻറ്റ്, അതിനൊക്കെ നമുക്ക് മാനേജേഴ്സ് ഉണ്ട്. അപ്പോൾ ആ മാനേജേഴ്സിൻ്റെ KPIs ഉണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മൾ മന്ത്ലിയും വീക്കിലിയും ഒക്കെ ആയിട്ടുള്ള കണക്ട് ചെയ്തുകൊണ്ടിരിക്കും, KPI പോകുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ അവർക്കുള്ള എന്താ പറയുക ഡെവലപ്പ്, ആ ഉദ്ദേശിച്ച ലെവലിലേക്ക് ആ സ്ഥാപനം പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുകയും അത് അങ്ങനെ വരുമ്പോൾ റിവാർഡ്സ് ആയിട്ടും പിന്നെ പരിഗണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടുണ്ട്. ഇനി അഥവാ ആ മാനേജർ അതിന് ഓക്കെ അല്ലെങ്കിൽ നമ്മളവരെ ചിലപ്പോൾ സ്ഥലം മാറ്റം അല്ലെങ്കിൽ ജോലി മാറ്റം അല്ലെങ്കിൽ ചെറുക്കാനും ഒഴിവാക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം സെൻട്രലിൽ നിന്നുള്ള ആ ഒരു എല്ലാം കൂടി ഇതൊക്കെ ഡെലിഗേറ്റ് ചെയ്തിട്ടില്ല നടത്താൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഡയറി റിപ്പോർട്ട് കിട്ടുന്ന എല്ലായിടത്തും കിട്ടേണ്ടി വരും. ജസ്റ്റ് ഇങ്ങനെ മെയിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും വന്നുകൊണ്ടിരിക്കും. പിന്നീട് ചിലതൊക്കെ ഈ നമ്മുടെ ജസ്റ്റ് നമ്മുടെ ഓരോ സെൻറ്ററിലെ മാനേജേഴ്സിനെ പറയും. പിന്നെ വലിയ സെൻറ്ററിൽ ഇപ്പോൾ നമ്മൾ ടൈരീസ് തന്നെ ഏകദേശം 140ഓളം സ്റ്റാഫുകളുണ്ട്. അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ അവിടെ CEO ഉണ്ട്, ഓപ്പറേഷൻ ഹെഡ്മാരുണ്ട്, അവരോട് സംസാരിച്ചാൽ അങ്ങനെ കിട്ടും. അങ്ങനെ ഹൈ ലെവലിൽ ടീമിനെ മാത്രം കണക്ട് ചെയ്യാന്നുള്ളൂ. പിന്നെ എൻ്റെ മനസ്സിലുള്ള ഗോൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മളൊരു കോർ 5 അല്ലെങ്കിൽ കോർ 10 അവരല്ലാതെ അവരുമായിട്ടുള്ള വേറെ ആരായിട്ട് എന്നുള്ളതാണ് നമുക്ക് കുറച്ചുകൂടി ഫ്രീ ആണെങ്കിൽ എനിക്ക് ബോധ്യപ്പെട്ട കാര്യം. പക്ഷെ അവിടെയൊക്കെ ഇപ്പോൾ എത്തിയിട്ടില്ല. ഇത് ഇപ്പോൾ ഇതുവരെയുള്ള നിങ്ങളുടെ ഒരു ജേണി ഒരുപാട് മനസ്സിലായി. ഇനി എങ്ങനെയാണ് നിങ്ങൾ ഫ്യൂച്ചറിനെ കാണുന്നത്? ഫ്യൂച്ചറിൻ്റെ ലേക്കുള്ളൊരു പ്ലാൻ എന്താണ്? നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ നേരത്തെ നമ്മളെന്നും ആഗ്രഹിക്കുന്നൊരു സാധനമാണ്. നമ്മൾ ചെറിയൊരു ടൈരീസ് ഒന്നിപ്പോൾ ഉണ്ട്, പക്ഷേ ഒന്നുപോലെ ഒന്നിട്ടുള്ളതല്ല. ഒരുപാട് നമുക്ക് തന്നെ റിക്വസ്റ്റുകൾ കത്തറുന്നുണ്ട്. GCC എന്ന് വരാറുണ്ട്, അതുപോലെ മലേഷ്യ, ഇന്തോനേഷ്യ. ഇവിടെ നിന്നൊക്കെ നിങ്ങൾ ഈ സെയിം ടൈപ്പ് ഓഫ് പ്രോജക്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, ഞങ്ങളതിൻ്റെ ലാൻഡ് തരാം, ഞങ്ങളതിൻ്റെ സൗകര്യം ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞു വരാറുണ്ട്. അതുപോലെ കേരളത്തിൽ നിന്ന് കൊച്ചിയുണ്ട്, അതുപോലെ മംഗലാപുരമുണ്ട്, വയനാട്, പല ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ ടൈരീസ് പോലത്തെ ഒരു 100 സെൻറ്ററെങ്കിലും വരണം ഭാവിയിൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്ക് ഒരു 2030 ഒരു 10-ലധികം ടൈരീസ് കൊണ്ടുവരണം. 1000 റൂം വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. 1000 റൂംസ് കൊണ്ടുവരണം പ്രീമിയം വെൽനസിൽ മാത്രം. അതുപോലെ അസ എന്ന് പറഞ്ഞ ആ ഒരു ഇതിൽ ഒരു 100 ക്ലിക്ക് ഇപ്പം നമ്മളത് 10 ആവുന്നുള്ളൂ. അതിലൊരു 100 ആവണമെന്നുള്ള ഒരു വിഷനുണ്ട്.
മറ്റ് മേഖലയിൽ ഇപ്പോൾ പ്രൊഡക്റ്റിൻ്റെ മേഖലയിൽ അതുപോലെ ഏറ്റവും ചാൻസ് ഉള്ള ഒരു ഏരിയയാണ്. യെസ്. ഇപ്പോൾ ഒരു പൈലറ്റ് പ്ലാന്റ് പോലത്തെ ഒരു ഫാക്ടറി സൗകര്യം ഇപ്പോൾ ഉള്ളത് കുറച്ച് കഴിയുമ്പോൾ അത് മതിയാവാതെ വരും. അപ്പോൾ അത് നമ്മൾ വളരെ നല്ല വിഷയനോട് കൂടി തന്നെ അതും നയിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സമീപ ഭാവിയിൽ കേരളത്തിൽ നിന്ന് അതുപോലെ ഇന്ത്യയിൽ നിന്ന് തന്നെ ഏറ്റവും നല്ല ലെവലിലുള്ള വെൽനസ് ആശയങ്ങൾ, വെൽനസ് ഹോസ്പിറ്റലുകൾ, പ്രീമിയം സെൻറ്ററുകൾ, പ്രൊഡക്റ്റുകൾ, വെൽനസ് കോസ്മെറ്റിക് പ്രൊഡക്റ്റുകൾ, വെൽനസ് ഉദ്ദേശിച്ചത് ശരീരത്തിന് സഹായിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന, ഉപദ്രവിക്കാത്ത. ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ വെൽനസ് നമ്മുടെ സോപ്പ്, ഈ സോപ്പ് സാധാരണ സോപ്പിനെ പോലെ രണ്ടും ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാം. സാധാരണ സോപ്പ് അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആയ സോപ്പ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്കിന്നിൻ്റെ പ്രശ്നങ്ങളും നമ്മുടെ സോപ്പ് ഹെർബലി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളും. അപ്പോൾ ഈ വെൽനസ് സോപ്പ് കൊടുക്കുന്നത് ഞാൻ ബിസിനസ് മാത്രമല്ല, ഞങ്ങൾ ജനങ്ങളെ സഹായിക്കുകയാണ്. അപ്പോൾ ഈ ലെവലിൽ വെൽനസിൻ്റെ എല്ലാ മേഖലയിലും ഒരു വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ജനങ്ങളെ സഹായിക്കണം എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതോടൊപ്പം ലോകം വെൽനസിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. അത് യൂറോപ്പാണെങ്കിലും എല്ലാം GCC ആണെങ്കിലും. അപ്പം ആ തിരിച്ചുവരവിൽ വേൾഡ് വൈഡായിട്ട് വെൽനസ് ഇൻഡസ്ട്രി ലീഡ് ചെയ്യണം, നമ്പർ 1 ആവണമെന്നാണ് വിഷയം. തീർച്ചയായിട്ടും ആ രീതിയിലേക്ക് അത് അച്ചീവ് ചെയ്യപ്പെടട്ടെ. ഇനി നമ്മുടെ ഈ ഒരു യങ് എൻ്റർപ്രണേഴ്സ് അല്ലെങ്കിൽ ആസ്പയറിങ് എൻ്റർപ്രണേഴ്സ് ആയിരിക്കും നമ്മുടെ കൂടുതൽ ഓഡിയൻസ്. അപ്പോൾ അവർക്ക് നിങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ്? സത്യത്തിൽ നമ്മൾ വളർന്നു വരുന്നവരാണ്, ഇനി വളരാൻ ഉള്ളവരാണ്. അങ്ങനെ ഒരു ഹൈ ലെവലിൽ എത്തിയിട്ട് അഡ്വൈസ് ചെയ്യാൻ മാത്രമുള്ള ആ ലെവലിൽ സംസാരിക്കുന്നില്ല. അതേസമയത്ത് ഇനിയും ഒരുപാട് പഠിക്കാനുള്ള ആൾക്കാരാണ്. എന്നാൽ എനിക്ക് ഇതുവരെയുള്ള യാത്ര ചെയ്ത് മനസ്സിലായത് ഷെയർ ചെയ്യുന്നതിൽ തെറ്റില്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു സ്റ്റഡി, ഒരു ഫീസിബിലിറ്റി സ്റ്റഡി കാര്യങ്ങളൊക്കെ നോക്കാതെ പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യരുത് എന്നുള്ളതാണ് ഒന്ന്. കാരണം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ക്ലിനിക്ക് തുടങ്ങിയിട്ട് ഒരുപാട് കൂട്ടിയിട്ടുണ്ട്. അതേസമയത്ത് ചില അനുഭവങ്ങൾ വരാം, ഫെയിലും വരും. അത് പഠിക്കാൻ വേണ്ടി ദൈവം നൽകുന്നതാണ്. ആ പഠിച്ചവൻ നൽകുന്ന അവസരം അത് നമ്മൾ അതുകൊണ്ട് പഠിക്കാതെ പിന്നെ അതുപോലെ ആവർത്തിക്കരുത്. അപ്പോൾ ചിലത് പഠിച്ചവൻ നമ്മളെ അനുഭവിപ്പിച്ച് എക്സ്പീരിയൻസ് എന്ന് പഠിപ്പിക്കും. അതങ്ങനെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കാം, മുന്നോട്ട് പോകണം. പിന്നെ അപ്പോൾ നമ്മളൊരു കൃത്യമായിട്ടുള്ള ഒരു ഫീസിബിലിറ്റി സ്റ്റഡിയും അതിൻ്റെ കൃത്യമായ പ്ലാനിങ്ങും വെച്ച് ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കിയാൽ, ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉറച്ചു നിൽക്കാം. പിന്നെ പെർസിസ്റ്റൻസ് എന്ന് പറയുന്ന വാക്ക്, അല്ലെങ്കിൽ കൺസിസ്റ്റൻസി, ഒരു നിലക്കും അതൊരു കോൺക്രീറ്റ് ലെവലിൽ തന്നെ ഉറച്ചു നിൽക്കുക, ആര് കുലുങ്ങാതിരിക്കുക. അപ്പോൾ നമ്മൾ വിജയം ഉറപ്പായിട്ടും മുന്നോട്ട് വരും. ഈ പലപ്പോഴും നമ്മൾ പല ബിസിനസ്സുകാർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരും കുറച്ച് നെഗറ്റീവ് അഭിപ്രായങ്ങളൊക്കെ വരുമ്പോഴേക്ക് പതറരുത്. അപ്പോൾ നല്ല പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക, നല്ല ഗോളായിരിക്കുക, സ്ട്രോങ് ആയിരിക്കുക, എല്ലാ നിലക്കും അതേപോലെ സ്റ്റഡി നടത്തുക. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുക, പാറ പോലെ ഉറച്ചെടുക്കുക. ഇതാണ് എനിക്ക് ഈ ഒരു അനുഭവത്തിലൂടെ ഷെയർ ചെയ്യാനുള്ളത്. താങ്ക് യു. ഇത്രയും നല്ലൊരു എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഓഡിയൻസിന് കിട്ടുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ഇത്തരത്തിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യാൻ കാണിച്ചതിൽ തീർച്ചയായിട്ടും നന്ദി പറയാണ്. ആൻഡ് താങ്ക്സ് ഓഡിയൻസ്, ആൻഡ് ഓഫ് കോഴ്സ് please subscribe our channel.